നമസ്കാരം. നമുക്കറിയാം പോളിംഗ് അവസാനിക്കുന്നത് വൈകുന്നേരം 6 മണിക്കാണ്. 6 മണിയാവുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ പോളിംഗ് 6 മണിക്ക് അവസാനിക്കും എന്ന കാര്യം നമ്മൾ ഒന്ന് അനൗൺസ് ചെയ്യുക. അതുപോലെ ഇനി എത്ര പേർ വോട്ട് ചെയ്യാൻ ബാക്കിയുണ്ട് ക്യൂവിൽ എന്ന് നേരത്തെ തന്നെ കണ്ടുവെക്കുന്നതും നല്ലതാണ്. കൃത്യം 6 മണിക്ക് ക്യൂവിലുള്ളവർക്ക് മാത്രമേ ടോക്കൺ നൽകുവാൻ വേണ്ടി പാടുള്ളൂ. ടോക്കൺ നൽകുമ്പോൾ അവസാനത്തിൽ നിന്ന് 1, 2, 3 ആ രീതിയിൽ ടോക്കൺ നൽകേണ്ടതാണ്. ക്യൂവിലുള്ള എല്ലാവരും വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ 3ാമത്തെ ഡിക്ലറേഷൻ വായിക്കുന്നു. എല്ലാ ഏജൻറ്റുമാരുടെയും സിഗ്നേച്ചർ ഡിക്ലറേഷനകത്ത് വാങ്ങുന്നു. പ്രിസൈഡിംഗ് ഓഫീസർ ഡിക്ലറേഷനിൽ ഒപ്പുവെക്കുന്നു. കൺട്രോൾ യൂണിറ്റിൽ ക്ലോസ് ബട്ടൻ്റെ ക്യാപ്പ് നീക്കി ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്ത് പോളിംഗ് ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ കൺട്രോൾ യൂണിറ്റിൽ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് റെക്കോർഡഡ് കാണുവാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ക്ലോസ് ചെയ്ത ടൈമും അവിടെ കാണിക്കും. 17C, പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി, പോൾ മാനേജർ ആപ്പ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ ഡാറ്റയാണ്. ഒരിക്കലും നമ്മുടെ മൊബൈലിൽ കാണിക്കുന്ന ടൈമോ അല്ലെങ്കിൽ വാച്ചിൽ കാണിക്കുന്ന ടൈമോ ക്ലോസർ ടൈമായി കാണാൻ വേണ്ടി പാടില്ല. കൺട്രോൾ യൂണിറ്റിലെ ക്ലോഷർ ടൈമാണ് ടൈം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കൺട്രോൾ യൂണിറ്റ് ഓഫ് ചെയ്യുന്നു. തുടർന്ന് VVPAT മെഷീനും ഓഫ് ചെയ്യുന്നു. അതിനുശേഷം കേബിളുകൾ ഡിസ്കണക്റ്റ് ചെയ്യുന്നു. VVPATൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റിൽ നിന്നും ബാറ്ററി റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ്, VVPAT മെഷീൻ എന്നിവ അതതിൻ്റെ ക്യാരിയിങ് കേസുകളിൽ വെച്ചതിന് ശേഷം കേസുകൾ അഡ്രസ് ടാഗ് വെച്ച് സീൽ ചെയ്യുന്നു. ഓർക്കുക, VVPATൻ്റെ ബാറ്ററി എടുത്തു മാറ്റാൻ വേണ്ടി മറക്കരുത്. സീലുകളുടെ പുറത്ത് പോളിംഗ് ഏജൻറ്റുമാരും പ്രിസൈഡിംഗ് ഓഫീസറും ഒപ്പുവെക്കുവാൻ വേണ്ടി മറന്നു പോകരുത്. സീലിങ്ങിനു ശേഷം പ്രിസൈഡിംഗ് ഓഫീസറുടെ അവസാനത്തെ ഡിക്ലറേഷൻ പാർട്ട് 4 വായിക്കുന്നു. 17A രജിസ്റ്റർ പോളിംഗ് ഏജൻറ്റുമാരും അതിനായി ഏറ്റവും അവസാനത്തെ സീരിയൽ നമ്പറിന് തൊട്ടു താഴെ ഒരു ചുവന്ന ലൈൻ വരയ്ക്കുക. അതിന് താഴെ അവസാനത്തെ സീരിയൽ നമ്പർ ഇന്നതാണെന്ന് സൂചിപ്പിക്കുന്ന ലൈൻ എഴുതിയതിനു ശേഷം പ്രിസൈഡിംഗ് ഓഫീസറും 17A രജിസ്റ്ററിൻ്റെ കസ്റ്റോഡിയനായ സെക്കൻഡ് പോളിംഗ് ഓഫീസറും ഒപ്പുവെക്കേണ്ടതാണ്. സീലിംഗ് സമയത്ത് സന്നിഹിതരായിരിക്കുന്ന എല്ലാ പോളിംഗ് ഏജൻറ്റുമാർക്കും 17Cയുടെ കോപ്പികൾ നൽകേണ്ടതാണ്. മാസ്റ്റർ കവറായ EVM കവറിനകത്ത് ഒരു 17Cയുടെ കോപ്പി വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ROയുടെ ടേബിളിലേക്കും ഒരു 17C ആവശ്യമാണ്. നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഒരു 17C വെക്കാം. അങ്ങനെ ടോട്ടൽ ഏജൻറ്റുമാർക്ക് കൊടുക്കുന്നതിന് പുറമെ ഒരു 3 17C കൂടി നിങ്ങൾ ഉണ്ടാക്കേണ്ടതാണ്. 17C ഫില്ല് ചെയ്യുന്നതിലുള്ള അവ്യക്തത മുഴുവനായിട്ടും നീക്കം ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു വീഡിയോ മണിക്കൂറുകൾക്കകം പോസ്റ്റ് ചെയ്യുന്നതാണ്. നമസ്കാരം.